നമ്മളൊക്കെ ഒന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നാം പറഞ്ഞു വെച്ച വിഷയം തുബ്ബഅ രാജാവിന്റെ വിഷയമാണ്. പരിശുദ്ധമായ മക്കയിൽ തുബ്ബഅ രാജാവും പട്ടാളക്കാരും അനുയായികളും എത്തിയപ്പോൾ ആ നാട്ടിലെ അറബികള് ആദരിക്കാത്തതിന്റെ പേരിൽ, അദ്ദേഹത്തെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം മനസ്സിൽ കരുതി ഇവർക്കൊരു പാഠം പഠിപ്പിക്കണം. ഈ മക്കക്കാരോട് യുദ്ധം ചെയ്ത് ഇവിടെയുള്ള എല്ലാ ആണുങ്ങളെയും കൊന്നുകളയണം, പെണ്ണുങ്ങളെയും മക്കളെയും ജയിലടക്കണമെന്ന് മനസ്സിൽ കരുതിയത് മാത്രം. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുനിട്ടും മൂക്കുനിട്ടും ചെവിനിട്ടും ഭയനിട്ടും ദുർഗന്ധങ്ങള്, മാറിയ വെള്ളങ്ങള് പുറത്തു വരാൻ തുടങ്ങി. ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അവസാനം അദ്ദേഹത്തിന്റെ ആ ഖാസായ അമാരീസ് എന്ന മന്ത്രിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ കൂടെയുള്ള 4000-ഓളം വരുന്ന ആലിമീങ്ങൾ എന്താക്കണം, ഒരുമിച്ച് കൂട്ടണം. അതേപോലെ വൈദ്യന്മാരെ, ഡോക്ടർമാരെ ഒരുമിച്ച് കൂട്ടണം. എന്റെ ഈ രോഗത്തിനിക്ക് എന്താണ് മരുന്ന് എന്ന് അവരോട് ചർച്ച ചെയ്യണമെന്ന്. ആ പറഞ്ഞതുപോലെ അമാരീസ് എന്ത് ചെയ്തു? എല്ലാ അജ്മഉൽ ഉലമാഅ വൽ അത്തിബ്ബാഅ വശാബിറുഹും ഫി അംരി, അദ്ദേഹം എല്ലാ ഡോക്ടർമാരെയും അതേപോലെ കൂടെയുള്ള ആലിമീങ്ങളെയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയവരോട് ചർച്ച ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു, ഇതിനിക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഇതിനിക്ക് ചികിത്സിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ അമാരീസ് തുബ്ബഅ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവിനിക്ക് ദേഷ്യം വന്നു. ഇത്ര ഡോക്ടർമാരുണ്ടായിട്ടും 4000-ഓളം വരുന്ന ഉലമാക്കൾ ഉണ്ടായിട്ടും എന്റെ ഈ രോഗത്തിനിക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് ചരിത്രം പറയുന്നത്, അതാ അവിടെയുള്ള ഉലമാക്കൾ, അവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നാ ഖൗമുൻ അംറുനാ അദ്ദുനിയ വഹാദാ അംറുൻ സമാവി ലാ നസ്തതിഉ റദ്ദ അംരി സമാഇ, ഞങ്ങൾ ദുനിയാവിന്റെ എന്തെങ്കിലും രോഗത്തിനേക്ക്, ദുനിയാവിന്റെ കാര്യത്തിനേക്ക് ഞങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കും. ദുനിയാവിലുള്ള രോഗങ്ങൾക്ക് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും, ഞങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റും. പക്ഷേ വഹാദാ അംറുൻ സമാവി, ഇത് ആകാശ രോഗത്തിന് പ്രത്യേകമായിരിക്കുന്ന രോഗമാണ്. രാജാവിന്റെ രോഗം ദുനിയാവിൽ ഏതെങ്കിലും ഉള്ള രോഗമല്ല, ഇത് ആകാശ രോഗത്തിന് വന്ന രോഗമാണ്. അതുകൊണ്ട് ലാ നസ്തതിഉ റദ്ദ അംരി സമാഇ, ആകാശത്തിന്റെ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ, ആകാശത്തിൽ പ്രത്യേകമായി വരുന്ന ഈ രോഗത്തിനേക്ക് മരുന്ന് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അവർ സ്ഥലം മാറി. കാരണം രാജാവിനോട് നിൽക്കാൻ കഴിയുന്നില്ല, മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. ആ നിലക്കുള്ള നാറ്റങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ പിന്നെയും കൂടിയും അന്ന് രാത്രിയാകുമ്പോൾ ഈ 4000-ൽ വരുന്ന ഒരു ആലിമ് അമാരീസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് രഹസ്യം പറയാനുണ്ട്, എനിക്ക് നിന്നോട് ഒരു രഹസ്യം, ഇന്ന ബൈനി വ ബൈനക സിർറൻ, എന്റെയും നിന്റെയും ഒരു രഹസ്യം പറയാനുണ്ട്. അപ്പോ അമാരീസ് ചോദിച്ചു, എന്താണ് രഹസ്യം? എനിക്കൊന്ന് രാജാവുമായിട്ട് സംസാരിക്കാൻ, തുബ്ബഅ രാജാവുമായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് സമ്മതം തന്നാൽ, എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനേക്ക് അയാൾ ആൻസർ മറുപടി തരുകയാണെങ്കിൽ അയാളെ രോഗത്തിനേക്ക് ഞാൻ മരുന്ന് കൊടുക്കാം, അയാളെ രോഗത്തിനേക്ക് ഞാൻ ചികിത്സിക്കാം എന്ന് ഈ 4000-ൽ വരുന്ന ഒരു ഉലമാ അമാരീസ് എന്ന മന്ത്രിയോട് പറഞ്ഞപ്പോൾ ആ മന്ത്രി ഈ ഒരു വോയിസ് കേട്ടപ്പോൾ സന്തോഷത്തോടെ രാജാവിന്റെ അരികിൽ ചെന്നു. രാജാവിന്റെ മുട്ട പോയിട്ട് രാജാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ, ഞങ്ങളെ ആലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു ആലിമ് പറയുന്നുണ്ട്, നിങ്ങളെ രോഗത്തിനേക്ക് ചികിത്സിക്കാം, പക്ഷേ നിങ്ങൾ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിനേക്ക് സത്യം മാത്രം പറയണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അദ്ദേഹം മരുന്ന് തരാൻ റെഡിയാണ്. അങ്ങനെ തുബ്ബഅ രാജാവ് പറഞ്ഞെങ്കിൽ ഇയാൾ വരട്ടെ. അങ്ങനെ രാജാവിന്റെ സന്നിധിയിൽ എത്തിയിട്ട് പറഞ്ഞു, എല്ലാവരെയും പുറത്തു പോകാൻ പറയണം, അവിടെയുള്ള എല്ലാവരും എന്താക്കണമെന്ന് പുറത്തു പോകണം, ആരും നിൽക്കുകൂത്തിറ, ഞാനും രാജാവും മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഡിമാൻഡുണ്ട്,
ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് സത്യം മാത്രം നിങ്ങൾ പറയണം. അത് എന്താണെങ്കിലും റെഡിയാണെങ്കിൽ. രാജാവ് പറഞ്ഞു, റെഡിയാണ്, എന്റെ രോഗമൊന്ന് ശിഫയായി കിട്ടട്ട്, ഞാൻ റെഡിയാണ്. അപ്പോൾ രഹസ്യമായിട്ട് ചോദിച്ചു, ഇത് പരിശുദ്ധമായ മക്കയാണ്, ഇത് പരിശുദ്ധമായിരിക്കുന്ന മക്കയാണ്. ഈ മക്കയിലാണ് എന്റെയും നിന്റെയും റബ്ബാകുന്ന അള്ളാഹു പടച്ചു വെച്ച ഒന്നാമത്തെ ഭവനം കഅബ ശരീഫ്. ഈ കഅബ ശരീഫിനെ കുറിച്ച് നീ എന്തെങ്കിലും മനസ്സിൽ കരുതിന? ഹൽ നവൈത ഫീ ഹാദൽ ബൈത്തി അംറൻ, ഈ കഅബ ശരീഫിനെ കുറിച്ച് എന്തെങ്കിലും നിന്റെ മനസ്സിൽ നീ കരുതിന, നിന്റെ മനസ്സിൽ നിന്ന് നീ ചിന്തിച്ചിന? അപ്പോൾ രാജാവ് പറഞ്ഞു, അതേ, ഞാൻ ചിന്തിച്ചിന്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഈ നാട്ടുകാരെ ബഹുമാനിക്കാത്തപ്പോൾ, ഞങ്ങളെ സ്വീകരിക്കാത്തപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഇവർ സ്വീകരിച്ചില്ലല്ലേ? എല്ലാ നാട്ടുകാരും ഞങ്ങളെ സ്വീകരിച്ചു, എല്ലാ നാട്ടിന്റെ പ്രജകൾ ഞങ്ങളടുത്ത് വന്നു. അതേ സമയത്ത് ഈ മക്കക്കാർ ആരും വന്നില്ലല്ലേ? അതുകൊണ്ട് അവർക്ക് പാഠം പഠിപ്പിക്കണം. ഈ കഅബ ശരീഫിനെ പൊളിച്ചു കളയണം, ഇവിടെയുള്ള ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന് മനസ്സിൽ ഞാൻ കരുതിയിട്ടുണ്ട്. അതങ്ങനെ തന്നല്ലേ അബ്രഹത്ത് രാജാവു കഅബ ശരീഫിനെ പൊളിക്കാൻ വന്നപ്പോൾ കഅബനകത്തേക്ക് എത്തിയിട്ടില്ല. എത്തുന്നതിന് മുന്നേ അല്ലാഹു ഉണ്ടാക്കി, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, അല്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അല്ലേ? ചൂടാക്കപ്പെട്ട കല്ല് അബാബീൽ എന്ന പക്ഷി കൊണ്ടുവന്ന അബ്രഹത്തിന്റെയും പട്ടാളക്കാരിൻ മേലിട്ടപ്പോൾ അവർ നശിച്ചു പോയി. അതേപോലെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ കഅബ ശരീഫിന്റെ അടുത്ത് വേണ്ടാത്തത് ചിന്തിച്ചെങ്കിൽ, എന്തെങ്കിലും അക്രമം ചെയ്ത് വിടാൻ വേണ്ടി ആരെങ്കിലും ഉദ്ദേശിച്ചെങ്കിൽ, ലനുദീഖന്നഹും, അവർക്ക് ഞാൻ പാഠം പഠിപ്പിക്കും, അവർക്ക് ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രാജാവു ആ മനസ്സിൽ കരുതിയതേ ഉള്ളോ, ആ നിമിഷം അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗത്തും ദുർഗന്ധങ്ങള്, വേണ്ടാത്ത ചീത്തയായ വെടക്കായ വാസനകൾ, വെള്ളങ്ങൾ ഒഴുകി വരാൻ തുടങ്ങി. അപ്പോൾ രാജാവ് പറഞ്ഞു, അതേ, ഞാൻ കരുതിയിട്ടുണ്ട്. എങ്കിൽ ആ ആലിമ് പറഞ്ഞു, ഈ നിമിഷം തന്നെ നീ അത് എടുത്തു കളയണം. നിന്റെ ആ തീരുമാനം, മനസ്സുള്ള ആ ചിന്ത, അത് നീ എന്താക്കണം? വിട്ടുകളയണം. എന്നിട്ട് നല്ല ഒരു തീരുമാനത്തിലേക്ക് വരണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ഈ തീരുമാനം, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഈ ഒരു ചിന്ത, അത് ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ വിട്ടുവിടുന്നു. അത് മാത്രമല്ല, ഇതിനക്ക് പകരമായിട്ട് ഈ കഅബ ശരീഫിലേക്ക് നല്ല ഒരു കിസ്വ, കാണുന്നത് തുണി കാണുന്നില്ലേ, അത് ഞാൻ നല്ല ഒരു തുണി ഉണ്ടാക്കിയിട്ട് ഈ കഅബ ശരീഫിനെ മൂടാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ചരിത്രത്തിൽ പറയുന്നു, ആദ്യമായിട്ട് കഅബ ശരീഫിലേക്ക് കിസ്വ ധരിപ്പിച്ചത് തുബ്ബ രാജാവാണെന്ന് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തുബ്ബ രാജാവാണ് കഅബ ശരീഫിലേക്ക് കിസ്വ ധരിപ്പിച്ചത്. 7 പടവകൾ, 7 തുണികളെ കൊണ്ട് ആ കഅബ ശരീഫിനെ പൊതിഞ്ഞു, അതിനെ ഭംഗിയാക്കി. ആ നാട്ടുകാർക്ക് ധാരാളം അദ്ദേഹം സദഖ ചെയ്തു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഒരുപാട് പദ്ധതികൾ അവിടെ ഉണ്ടാക്കി അദ്ദേഹം തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ ചെലവില് എല്ലാ കാര്യവും ആ കഅബ ശരീഫിനെ ബഹുമാനിക്കുകയും അവിടെ പോയി തവാഫ് ചെയ്യുകയും അവിടേക്ക് വേണ്ടുന്ന എല്ലാ വ്യവസ്ഥകൾ അദ്ദേഹം ചെയ്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, കഅബ ശരീഫ് നിങ്ങൾ വേണ്ടതുപോലെ എന്താക്കണം? പരിപാലിക്കണം, വേണ്ടതുപോലെ എന്താക്കണം? ഇത് നടത്തിക്കൊണ്ട് എന്നും എന്താക്കാം? അങ്ങ് ചെയ്തു തരാമെന്ന് തുബ്ബ രാജാവ് പറഞ്ഞു. അങ്ങനെ ചരിത്രം പറയുന്നു, തുബ്ബ രാജാവു 1 ലക്ഷത്തോളം 2 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാർ, 4000-ഓളം വരുന്ന ആലിമീങ്ങള്, ആയിരക്കണക്കിന് വരുന്ന ഡോക്ടർമാര് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. എവിടേക്ക്? യസ്രിബിലേക്ക്. യസ്രിബില്ലെങ്കിൽ അന്നത്തെ മദീനത്തെ പേരാണ് യസ്രിബ്. മദീനയിലേക്ക് യാത്ര തിരിഞ്ഞു. എല്ലാ തുബ്ബ രാജാവും പട്ടാളക്കാരും ആലിമീങ്ങളും മക്ക വിട്ട് മദീനയിലേക്ക് പോയി. അങ്ങനെ 4000-ഓളം വരുന്ന ആലിമീങ്ങൾ. പക്ഷെ അന്ന് മദീനത്തെ ചരിത്രം എന്താണ്? ബിൽഡിങ്ങുകളില്ല, താമസിക്കുന്ന മനുഷ്യരില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. ഒരു വെള്ളത്തിന്റെ ഒരു പുഴ മാത്രമേ മദീനത്തുള്ളൂ. ആ യസ്രീബിൽ ഉള്ളോ? അന്ന് മനുഷ്യരായിട്ട് ആരും അവിടെ ജീവിക്കുന്നത് വളരെ കുറവാണ്. അതേ സമയത്ത്
വെള്ളത്തിനൊരു പുഴ, അത് മാത്രമേ മദീനത്തുള്ളൂ. വേറെ ഒന്നും ഈത്തപ്പന തോട്ടങ്ങളോ ഒന്നും ആ മദീനത്തില്ല. അങ്ങനെ മദീനയിലേക്ക് യസ്രിബിലേക്ക് തുബ്ബ രാജാവും പട്ടാളക്കാരും എത്തി. അവിടെ എത്തിയപ്പോൾ 4000 വരുന്ന ആലിമീങ്ങൾ അവർ ഒരുമിച്ച് കൂടി. അവർ ഒരു ചർച്ച നടത്തി. അവർ പഠിച്ച തൗറാത്തും അവർ പഠിച്ച ഇഞ്ചീലും അവർ പഠിച്ച സബൂറും ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അവർ ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അവർ മനസ്സിലാക്കി ഈ നാട് ഏതാണ്, ഈ മദീന നാട് ഏതാണ്. അവർക്ക് കാര്യം മനസ്സിലായി. 4000-ഓളം വരുന്ന ആലിമീങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ കൂട്ടത്തിൽ 4000 ആലിമീങ്ങളിൽ 400 ആലിമീങ്ങൾ പറഞ്ഞു, ഇനി ഇതിന്റെ അപ്പുറം യാത്ര ചെയ്യാൻ ഞങ്ങളില്ല. 4000 ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആ സ്ഥലം ഏതാണ് കണ്ടെത്തി. ആ മദീനത്തിന്റെ മഹത്വം എന്താണ് അവർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, 400 ആളുകൾ അവരുടെ കൂട്ടത്തിന്, ഇതിന്റെ അപ്പുറം ഞങ്ങൾ ഇനി യാത്രക്കില്ല. രാജാവ് ഞങ്ങളെ കൊന്നാലും സമം, രാജാവ് ഞങ്ങളെ കൊന്നാലും സമം, ഇനി ഇതിന്റെ അപ്പുറം ഞങ്ങൾ യാത്രക്കില്ല. 400 ആലിമീങ്ങള് തുബ്ബ രാജാവിന്റെ അടുത്തേക്ക് എത്തി. തുബ്ബ രാജാവിന്റെ ആ സന്നിധിയിലേക്ക് ഈ 400 ഉലമാക്കൾ എത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന്റെ അപ്പുറം നാളത്തെ ക്ലാസ് മനസ്സിലാക്കി എന്താണ് ആ 400 ഉലമാക്കള് തുബ്ബ രാജാവിനോട് പറഞ്ഞത്. അപ്പോൾ തുബ്ബ രാജാവ് എന്ത് അവർക്ക് തിരിച്ച് മറുപടി കൊടുത്തു, ഇൻഷാ അല്ലാഹ് അതിന്റെ അപ്പുറം നാളെ പഠിക്കാം.